ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതേ ലെയറിൽ 3 കീ ഫ്രെയിംസ് മാനുവലി ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇന്ന് നമ്മൾ എക്സ്ട്രീം സ്മൂത്ത് ലെവലിൽ ഒരു ട്രാൻസിഷൻ നൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നൾ ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് നൾ ഒബ്ജക്റ്റ് ഒരു ഡമ്മി ഒബ്ജക്റ്റ് ആണ്. നൾ ഒബ്ജക്റ്റ് നമ്മുടെ ലെയറുമായിട്ട് ജസ്റ്റ് ഒന്ന് പാരൻറ്റ് ചെയ്തതിനു ശേഷം നൾ ഒബ്ജക്റ്റിൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലോ അല്ലെങ്കിൽ എഫക്റ്റിലോ എന്തെങ്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ അത് കറക്റ്റായിട്ട് നമ്മൾ പാരൻ്റ് ചെയ്ത ആ ഒരു ലെയറിലും സംഭവിക്കും. അതാണ് നൾ ഒബ്ജക്റ്റിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്. സോ നൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സോ അതിലൊരു കാര്യമാണ് ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലുള്ള ഈ ഒരു എക്സ്ട്രീം സ്മൂത്ത് ലെവൽ ട്രാൻസിഷൻസ് മേക്കിങ്. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു ട്രാൻസിഷനാണ്. മാനുവലി സൂം ഇൻ ആൻഡ് സൂം ഔട്ടാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാനിവിടെ 4 ലെയേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഫോട്ടോസാണ്. നിങ്ങൾ ഈ ഒരു ഫോട്ടോസിൻ്റെ പകരം വീഡിയോസ് ആഡ് ചെയ്യുക. ഞാൻ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ലാഗൊന്നും ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. ഓക്കെ, ഞാനിങ്ങനെ 4 ലെയേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻഡ് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഞാൻ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് എല്ലാ ലെയേഴ്സിൻ്റെയും ടോപ്പിലായിട്ട് 2 നൾസാണ് വേണ്ടിയത്, അതായത് 2 നൾ ഒബ്ജക്ട്സ്. ഓക്കെ, സോ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. നള്ള് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് നമ്മുടെ ലെയറിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടോ അതിൻ്റെ അത്രയും ഡ്യൂറേഷനിൽ നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഒരു നൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു നള്ള് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ നമുക്ക് 2 നൾ ഒബ്ജക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് നള്ള് 1ഉം ഒന്നിൻ്റെ പേര് നള്ള് 1 കോപ്പിയുമാണ്. നിങ്ങൾ ജസ്റ്റ് റീനെയിം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പോകുന്നതാണ് കുറച്ചുകൂടി നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ 2 നൾ ഒബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ലെയേഴ്സിലും 2 നൾ ഒബ്ജക്ട്സ് ആഡ് ചെയ്യുക. ടോട്ടൽ നമ്മൾ 8 നൾ ഒബ്ജക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് വരും. കാരണം 4 ലെയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ട് 8 നൾ ഒബ്ജക്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ നള്ള് 1 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു നള്ള് 1ൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ആ ഒരു ലെയറിലും വരും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാരൻ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ലെയറും നൾ ഒബ്ജക്ട്സ് എല്ലാം കൂടിയിട്ട് പാരൻ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മുകളിലായിട്ട് ഡിലീറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ട്രൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അതിന്മേൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ട്രൈ ടു ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നള്ള് 1ഉമായിട്ട് നമ്മുടെ ലെയർ ഒന്ന് പാരൻ്റ് ചെയ്യുക. ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നള്ള് 1ഉമായിട്ട് നമ്മുടെ ലെയർ പാരൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നള്ള് 1ൽ വന്നിട്ട് ട്രാൻസ്ഫോമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ ലെയറിലും ഉൾപ്പെടും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇനി നള്ള് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം ട്രൈ ആ ഒരു പാരൻറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നള്ള് 1 കോപ്പിയുമായിട്ട് ഈ ഒരു നള്ള് 1 പാരൻ്റ് ചെയ്യാം. സോ നള്ള് 1 കോപ്പി സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ നള്ള് 1 കോപ്പിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ ലെയറിൽ ഉൾപ്പെടും. ഓക്കെ, സോ ഈ 3 ലെയേഴ്സും ഇപ്പോൾ പാരൻ്റാണ്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമിൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് എന്ന് പറയുന്ന ട്രാൻസിഷനാണ്. ഓക്കെ, സോ അതാവും കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ നള്ള് വെച്ചിട്ട് ഈ ഒരു ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രീം സ്മൂത്തിൽ നമുക്കൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു സെൻട്രലായിട്ട് ഒരു സ്റ്റെക്കൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ഒരു എക്സ്ട്രീം സ്മൂത്ത് തന്നെ വേണം പറയാം. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നള്ളിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നള്ള് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കെയിലിൽ ഈ ഒരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷനിൽ വന്നിട്ട് ഇതിൽ സെഡിൽ നിങ്ങൾക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്കെയിലാണ് കീ ഫ്രെയിം ആഡ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടിയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് ഇത്രയും രീതിയിൽ, അതായത് നമ്മുടെ ആ ഒരു ലെയറിൻ്റെ ഇത്ര ഒരു ഡിസ്റ്റൻസിൽ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യാറുള്ളത് കറക്റ്റ് സെൻറ്ററിലാവും കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം സൂം ഇൻ ആൻഡ് സൂം ഔട്ടൊക്കെ ചെയ്യുമ്പോൾ 3 കീ ഫ്രെയിംസ് ഒരു ലെയറിലുണ്ടാവും. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കറക്റ്റ് സെൻറ്ററിലല്ല, ഇതേ രീതിയിൽ നിങ്ങൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നള്ള് 1ൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ഇവിടെ ഇപ്പോൾ 500 വിടുത്ത് വരുന്നത്. ജസ്റ്റ് ഒരു 500 ആക്കി കൊടുക്കുക. അല്ല, 50 അവിടെ വിടുത്ത് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് 500 ആക്കി കൊടുക്കുക. ഓക്കെ,
സോ ഇതാണ് മാനുവലായിട്ടൊരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള മാനുവലായിട്ടുള്ളൊരു സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര വിടുത്തും ഹൈറ്റും വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മാനുവലായിട്ട് ഇവിടെ 500 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗ്രാഫ് സെലക്ട് ചെയ്യുക, നല്ലൊരു ഗ്രാഫ് ആഡ് ചെയ്യുക. സോ ഈ ഒരു ഗ്രാഫാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്രാഫ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്ക് വരാം. ഇനി നള്ള് 1 നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നള്ള് 1 കോപ്പി സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഈ ഒരു സ്കെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നള്ള് 1 ഏതൊക്കെ ഭാഗത്താണോ കീ ഫ്രെയിം ആഡ് ചെയ്തത് അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റിലായിട്ട് നമ്മൾ നള്ള് 1 കോപ്പിയിൽ കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, സോ സ്കെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം 2 കീ ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഞാൻ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇപ്പോൾ 50 ആണുള്ളത്, അത് ഞാൻ 500 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ 500 ആക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഫ് ആഡ് ചെയ്യണം. സോ ഞാനിവിടെ ആഡ് ചെയ്യുന്ന പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്തിനാണ് നമ്മൾ നള്ളിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. കണ്ടോ, കറക്റ്റ് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്റ്റെക്ക് അല്ലെങ്കിൽ ഒരു ലാഗ് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. കറക്റ്റ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ടിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ സാധാരണ സൂം ചെയ്യുമ്പോൾ ഈ ഒരു സൂം ചെയ്യുന്ന ഭാഗത്തായിട്ട് നല്ല ക്ലിയർ കുറവായിട്ടുണ്ടാവും നമ്മൾ സാധാരണ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യുമ്പോൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട്. പക്ഷേ നള്ളിൽ നമ്മൾ അങ്ങനെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ലോസ് പോലും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ 2 അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്ന് ക്ലിയർ പോവില്ല, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്ട്രീം സ്മൂത്തിൽ നമുക്കൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് ആ ഒരു സ്മൂത്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും മോഷൻ ബ്ലർ ആഡ് ചെയ്യാം, അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിലോട്ട് വരാം. ഇതിലിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് അതേപോലെ തന്നെ 2 നൾസ് ആഡ് ചെയ്യുക. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഒരു നൾ ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നള്ള് 2 സെലക്ട് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ നമുക്ക് 2 നൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാരൻറ്റ് ഒബ്ജക്റ്റ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നള്ള് 2 ആയിട്ട് പാരൻറ്റ് ചെയ്യുക. ഓക്കെ, അത് അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ നള്ളിൻ്റെ പേരെന്താണെന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റ് അതിനനുസരിച്ചിട്ട് പാരൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നള്ള് 2 സെലക്ട് ചെയ്യുക, പാരൻറ്റ് ഒബ്ജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നള്ള് 2 ആയിട്ട് കോപ്പി ചെയ്യാം, നള്ള് 2 കോപ്പിയുമായിട്ട് പാരൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ലെയർ ഈ ഒരു നള്ള് 2ഉം നള്ള് 2 കോപ്പിയുമായിട്ട് പാരൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നള്ള് 2 സെലക്ട് ചെയ്യുക, ഫസ്റ്റിലോട്ട് വരിക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക, സ്കെയിൽ സെലക്ട് ചെയ്യുക, 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഭാഗത്തോട്ട് വന്നിട്ട് 500 ആക്കി കൊടുക്കുക. ഓക്കെ, സോ ഞാനിവിടെ 500 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നള്ളിൽ എന്താണോ ചെയ്തത് അതേ ഗ്രാഫ് തന്നെ അല്ലെങ്കിൽ അതേ വിഡ്ത്തും ഹൈറ്റ് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നള്ള് 2 കോപ്പി സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക, സ്കെയിൽ സെലക്ട് ചെയ്യുക, 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലായിട്ട്. അതിനുശേഷം വിഡ്ത്തും ഹൈറ്റും 500 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യാം, നല്ലൊരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 2 ലെയേഴ്സും കൂടിയിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ട്രാൻസിഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, കറക്റ്റ് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ലാഗും ഒരു സ്റ്റെക്ക് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. കറക്റ്റ് ആ ഒരു സെൻട്രൽ കറക്റ്റ് മുട്ടില്ല എന്നുള്ള രീതിയിലാവും വന്നിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോമിൽ നമ്മൾ അല്ലെങ്കിൽ നള്ള് വെച്ചിട്ട് ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു നള്ള് വെച്ചിട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രീം സ്മൂത്തിലായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ഈ നള്ള് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൂം ഇൻ ആൻഡ് സൂം ഔട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതും എക്സ്ട്രീം സ്മൂത്തിൽ. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഇവിടെ 2 നള്ള് വെച്ചിട്ടല്ല ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന ലെയേഴ്സിലും ആഡ് ചെയ്യുക. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല, കാരണം ഒരുപാട് ടൈമായിട്ട് പോകും നമ്മുടെ ട്യൂട്ടോറിയൽ. സോ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു നള്ള് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.